മുറിവേൽപ്പിക്കാതെയാണ് തൊണ്ടർനാട് നീലോത്തെ 32 ഏക്കർ സ്ഥലത്ത് മനോഹരമായ തീം പാർക്ക് ഒരുങ്ങുന്നത്. 300ഓളം പ്രവാസി മലയാളികൾ ചേർന്ന് രൂപീകരിച്ച കമ്പനിയാണ് ഈ സംരംഭത്തിന് പിന്നിൽ. എല്ലാ പ്രായത്തിലുള്ള സന്ദർശകർക്കും വിജ്ഞാനവും വിനോദവും പകർന്നു നൽകുകയാണ് E3 തീം പാർക്കിന്റെ ലക്ഷ്യം. കുന്നിടിക്കാതെയും മരം വെട്ടാതെയും പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായ രീതിയിലാണ് പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഭൂമിയുടെ ടെറൈൻ, അതിൻ്റെ കോണ്ടൂർ അതേപടി നിലനിർത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ രീതി അവലംബിച്ചിരിക്കുന്നത്. അത് നമുക്ക് അന്നത്തെ ജില്ലാ ടൗൺ പ്ലാനിംഗ് വിഭാഗം നമുക്കതിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ പ്രകൃത്യാനുകൂലമായിട്ടുള്ള നിർമ്മാണ രീതി അവലംബിക്കുന്ന ഏജൻസികളാണ് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുന്നിടിക്കൽ, മണ്ണ് നികത്തൽ എന്നുള്ള സമ്പ്രദായത്തിൽ അതിനുവേണ്ടി കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി വണ്ടി വന്നിട്ടില്ല. പിന്നെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയുള്ള സ്ഥലങ്ങളിൽ 1-2 മരങ്ങളുണ്ടെങ്കിൽ പോലും അത് വെട്ടിമാറ്റുന്നതിന് പകരം അതിനെ വേരോടെ പിഴുതെടുത്ത് അതിന് പറ്റുന്ന മറ്റൊരു ഹാബിറ്റാറ്റിലേക്ക് മാറ്റി അതിനെ വളർത്തിയെടുക്കാനുള്ള ടെക്നോളജി ഇന്ന് ലഭ്യമാണ്. കുറച്ച് പണച്ചെലവുള്ളതാണെങ്കിൽ പോലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ചെറിയൊരു വീട്ടിൽ തൈ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 1.5 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ അതിനെ എന്താ പറയുക, തീരെ നോവിക്കാത്ത രീതിയിൽ മാറ്റി നടാനോ അല്ലെങ്കിൽ ആ ഒരു മരമുള്ളത് കൊണ്ട് തന്നെ ബിൽഡിങ്ങിൻ്റെ സ്ഥാനം മാറ്റാനൊക്കെ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇത് സാധ്യമായത്. ബോട്ടിങ്ങിനും മീൻപിടുത്തത്തിനും സൗകര്യമുള്ള മനുഷ്യനിർമ്മിതമായ കൂറ്റൻ തടാകമാണ് തീം പാർക്കിലുള്ളത്. ഇതിനോട് ചേർന്ന കൃത്രിമ വെള്ളച്ചാട്ടവും ഒരുക്കിയിട്ടുണ്ട്. പക്ഷികളെ കാണാനും പരിചയപ്പെടാനുമായി രാജ്യത്തെ ആദ്യ വാക്കിൻ ഏവിയറി, ചിത്രശലഭങ്ങൾക്കായി ബട്ടർഫ്ലൈ ഗാർഡൻ, ട്രൈബൽ വില്ലേജ് തുടങ്ങിയവയും പാർക്കിലുണ്ടാകും. ആദിവാസി അറിവുകളെ പരിചയപ്പെടുത്തുന്ന ട്രൈബൽ വില്ലേജിൽ ഗോത്രവിഭാഗത്തിന്റെ പരമ്പരാഗത ഭക്ഷണവും ലഭിക്കും. പരമ്പരാഗത ആദിവാസി വീടുകളുടെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ട്രൈബൽ വില്ലേജിൽ മ്യൂസിയവും ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കായുള്ള വിനോദോപാധികൾക്കായി പാർക്കിന്റെ വലിയൊരു ഭാഗം തന്നെ നീക്കിവെച്ചിരിക്കുന്നു. ദിനോസർ പാർക്കാണ് കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ ആകർഷണം. ചലിക്കുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്ന 26 ദിനോസറുകളുടെ രൂപങ്ങളാണ് ദിനോസർ പാർക്കിലുള്ളത്. ദിനോസറുകളെക്കുറിച്ചുള്ള അറിവുകൾ പകരുന്ന മ്യൂസിയവും പാർക്കിനോടനുബന്ധിച്ച് ഒരുങ്ങുന്നുണ്ട്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി സിപ്പ് ലൈനും റോക്ക് ക്ലൈംബിങ്ങും ഉൾപ്പെടെയുള്ള സാഹസിക വിനോദങ്ങൾക്കും തീം പാർക്കിൽ സൗകര്യമുണ്ടാകും. പാർക്കിലെ മൾട്ടി ആക്ടിവിറ്റി തിയേറ്ററുകളിലും ഓപ്പൺ തിയേറ്ററിലും എല്ലാ ദിവസവും വിവിധ കലാകാരന്മാരുടെ ലൈവ് ഷോകളും നടക്കും. ഏപ്രിൽ 30-ന് സന്ദർശകർക്കായി തുറന്നുകൊടുക്കുന്ന തീം പാർക്ക് വയനാടിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് സംരംഭകരുടെ പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, വയനാട്.